ആഹാ എന്നാടി അടുത്ത ഞായറാഴ്ചയോ? ആ സമയോ? ഓ 10-നും 10:30-ക്കും. ആ എനിക്ക് അന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു സമയത്തേ അങ്ങോട്ട് വരത്തുള്ളൂ. ചടങ്ങ് നടക്കുമ്പോഴത്തേക്ക് വരാൻ ആ സമയത്ത് പാടായിരിക്കും. 10 മണിക്ക് അവിടെ ക്ലാസ്സേ. ആഹാ പിന്നെ കുഞ്ഞാവ സുഖമായിട്ടിരിക്കുന്ന? ഓ ഓ ഓ മൂത്തവൾക്ക് എങ്ങനെയുണ്ട്? ഭയങ്കര സ്നേഹമാണോ കുഞ്ഞിനോട്? ആഹാ എന്റെ പേരെന്താ സെലക്ട് ചെയ്ത്? എന്നോടല്ലേ പറ. ആഹാ ആ നീ അങ്ങനെ പറഞ്ഞ? അല്ല നീ അങ്ങനെ പറഞ്ഞപ്പോ ചേട്ടൻ കേട്ടാ? ഓ നന്നായി കേട്ടല്ലോ. ആ ആ എന്താ ഇല്ല ഏട്ടനന്ന് ഡ്യൂട്ടി ഉണ്ടോന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് അത് വേണ്ടിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വരാം. ആ ശരി ശരി എടി ഓക്കെ എന്നാ ശരി. കവിത എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, അവൾക്ക് 2ാമത്തെ കുഞ്ഞാവേ. അതിന്റെ പേരിടലാണ് ഈ വരുന്ന ഞായറാഴ്ച. എന്തു ഏട്ടാ പറയണതിന് മുന്നേ ഞാനില്ല എന്ന് പറയണത്? ഡ്യൂട്ടി ഉണ്ടെന്ന് അറിഞ്ഞ? അന്ന് ഡ്യൂട്ടി ഉണ്ടെന്ന്? ഞാൻ എല്ലാ ഞായറാഴ്ച ചേട്ടൻ വെറുതെ ഇവിടെ ഇരിക്കണതാ. ഞായറാഴ്ചയൊക്കെ ഡ്യൂട്ടി ഉണ്ടെന്ന് വരാതിരിക്കാനുള്ള ഓരോരോ കാര്യങ്ങള്. 2ാമത്തെ കൊച്ച. ഞാൻ പേര് എന്താ ഇടണേന്ന് ചോദിച്ചു. കൊറേ അന്നറിയണ്ടേ, കൊറേ നിർബന്ധിച്ചപ്പോ അവള് പറഞ്ഞു ഇവളുടെ അമ്മൂമ്മയുടെ പേരിടണം. മൂത്ത കൊച്ചിന് ചേട്ടന്റെ അമ്മൂമ്മയുടെ പേരിട്ട്. അപ്പൊ ഇവള് നിർബന്ധം പറഞ്ഞ് ഇളയ കൊച്ചി 2ാമത്തെ കൊച്ചിന് എന്റെ അമ്മൂമ്മയുടെ പേരിടണമെന്ന് പറഞ്ഞപ്പോ അയാള് സമ്മതിച്ചു. കാർത്തിയാനി. കാർത്തിയാനി എന്താ കുഴപ്പം? ഇപ്പൊ എല്ലാരും അങ്ങനത്തെ പേരാ ഇടുന്നത്. എനിക്കത് കേട്ടപ്പോ സത്യമായിട്ട് എനിക്ക് സങ്കടം വന്നു. ഒന്ന് പോയിട്ട് അവിടുന്ന്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ സയ്യോ ഉണ്ടായപ്പോഴത്തേക്ക് എന്റെ അമ്മൂമ്മയുടെ പേരിടാന്ന് പറഞ്ഞല്ലേ ഞാൻ ഏട്ടനോട്. എന്താ കുഴപ്പം? എന്താ വീട്ടില് സയ്യൂന്ന് വിളിച്ചോ? അവളെ സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് ആ പേരിടായിരുന്നല്ലോ. അത് ആ പേരിനല്ല കേട്ടാ, അത് കേൾക്കുമ്പോ നമ്മുടെ അമ്മൂമ്മയുടെ പേരിടുക എന്നത് എന്റെ അമ്മച്ചിയുടെ പേര്. അപ്പൊ മൂത്തവൾക്ക് ഇടായിരുന്നല്ലോ. അങ്ങനെ ഏട്ടനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ എതിർന്നു. എന്റെ കൊച്ചിന് ഞാൻ പേരിടായിരുന്നപ്പോ ക്ലീറ്റസ് നല്ലു കില്ലു എന്നൊക്കെ വിളി തുടങ്ങിയോളൂ. ഏട്ടന്റെ കൊച്ചില്ല വേണ്ടെന്ന് പറയായിരുന്നല്ലോ. എന്താ പറഞ്ഞില്ല? മര്യാദ നിന്റെ സഹോദരൻ ഒരു പേരിടപ്പോ അതിനെ കയറി ഇടപെടാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞപ്പോ ഏട്ടൻ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? അത് ഒരു പേരെങ്കിലും എന്റെ പേരിൽ ഇടണ്ടേ അവനായിട്ട്? പിന്നല്ല അത് ഞാൻ എന്റെ തങ്കം ഇട്ടത്. 28-ാം തീയതി പറ്റുവാണെങ്കിൽ എന്റെ കൂടെ വന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, സീരിയസ് ആയിട്ട്. എന്നിട്ടാ ചേട്ടൻ വന്നോ? അത് ഉണ്ടല്ലോ ജോ. എല്ലാം സെറ്റായി. ഇനിയിപ്പൊ എന്ത് വേണം? വീട്ടിൽ ഇനിയിപ്പൊ അവൾക്ക് പേടിക്കണ്ടല്ലോ. മറ്റേത് അതല്ലായിരുന്നു പേടി. നീ ഇപ്പൊ ഇതെങ്ങനെ അറിഞ്ഞു? ഞാനൊരു കാര്യം അവളെ ഒന്ന് വിളിക്കാം. എന്താണ് അവർക്ക് ഇതൊന്നും കേൾക്കാമല്ലോ. ഞാൻ വിളിക്കാം. അമ്മ ശ്രീനന്ദയുടെ കല്യാണം ഉറപ്പിച്ച്. വാ. ശ്രീനന്ദയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം. ഇവളുടെ പിറകെ ഒരു ചേട്ടൻ നടക്കൂലായിരുന്നു, ഒരു അമ്മല്. ഞാനെങ്ങനെ അറിയണേ? ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ശല്യമായിരുന്നത്. സ്കൂളിൽ അവൾക്ക് പാത്രം കഴുകാൻ പോലും പറ്റില്ല. അത് പണ്ടല്ലേ? അത് ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഈ ഒരു 3 വർഷമായിട്ടുണ്ട്. അങ്ങനെ ഇവൾക്കൊരു ചെറിയ ഇഷ്ടമുണ്ട്. പക്ഷെ ഇവളെ വീട്ടിൽ പറഞ്ഞ ആന്റി അറിയാലോ, വച്ചേക്കുമല്ലോ, കൊല്ലും അവളെ. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ നിവർത്തി കെട്ടി ചേട്ടൻ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് കെട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഇവളാണെങ്കിൽ ഇവൾക്ക് ചെറിയ ഇഷ്ടമാണ്. പറഞ്ഞ് ചേട്ടാ വീട്ടിലൊന്നും പറഞ്ഞു, എനിക്ക് വീട്ടിൽ സമ്മതിച്ചാലേ ഞാൻ കെട്ടുള്ളൂ. ഒരു കാര്യം ചേട്ടൻ പോയി വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. ഈ ചേട്ടൻ നല്ല ജോലിയൊക്കെ ഉണ്ട്. ഈ ചേട്ടൻ നേരെ വീട്ടിൽ പോയമ്മ. ഒന്ന് ആലോചിച്ച് നോക്ക്, ധൈര്യം. വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ചേട്ടനെ ഇഷ്ടപ്പെട്ടു, ജോലിയുണ്ട്, പിന്നെ എന്താണ്. അവരാണെങ്കിൽ പറഞ്ഞ് എന്നാ കുഴപ്പമില്ല, ഡിഗ്രി ഒക്കെ കഴിയട്ടെ, നമുക്ക് കെട്ടിച്ചേരാം. സെറ്റ്. ഒരു കുഴപ്പമില്ല. ഇനി അവർക്ക് എന്ത് വേണം? ഇറ്റ്സ് ലൈക്ക് ലൈസൻസ് കിട്ടിയ പോലെ അല്ലേ? പിന്നെ ഇനി അവൾക്ക് പേടിക്കുകയും വേണ്ട, സംസാരിക്കുകയും ചാറ്റും കണ്ടുപഠിക്കും.
ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. 18 വയസ്സായുള്ളൂ, പഠിത്തവും കഴിഞ്ഞിട്ടില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. കല്യാണം ഉറപ്പിക്കാൻ ഭയങ്കര ധൃതി. ലില്ലേ, ആ സുലു ചേച്ചി, എന്താ കൈ നിറച്ച സാധനം? ദേ ഒരു തോരൻ വെക്കാനായിട്ട് പപ്പരങ്ങ എടുക്കാൻ പോയതാ. എന്തുണ്ട്? എവിടെയെങ്കിലും പോണോ? ഇല്ല, ഒന്നും പോകുന്നില്ല. അല്ല നല്ല ചുരിദാർ. ഞാനില്ലേന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തമ്പിച്ചേട്ടനില്ലേ? തമ്പിച്ചേട്ടൻ ഇന്ന് പരിപാടി ഉണ്ട്, പോയി. ആണാ? എവിടെയാ? ഇന്ന് തൃശ്ശൂരാ, അവിടെ കണ്ടാണെന്ന് ഓ, തോന്നുന്നു. ദൂരെയാണല്ലേ. അപ്പൊ വരാനൊക്കെ ഒരുപാട് വൈകുമല്ലോ. ഇന്നിപ്പോ വരൂലായിരിക്കും, നാളെ വരുള്ളായിരിക്കും. ആണാ? കറിയൊക്കെ വെച്ചാ? ഓ, എനിക്ക് മീൻ കിട്ടി, മൂത്തായത്. ആ, തോരൻ വെക്കാൻ പറ്റും. എന്നാ ശരിയാ. അല്ല പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ജില്ലയെ നോക്കി നിന്നത്. എന്ത് പറ്റി? നമ്മളെ ലല്ലുവിനെ ഒരു ജോലിയൊക്കെ ശരിയായി. ആണാ? അവനോട് ബോംബെയിലല്ലേ? ഓ, ബോംബെയിൽ. വന്നാ അവിടുന്ന്? ഇല്ല, വന്നില്ല, ഇപ്പൊ അങ്ങോട്ട് കയറിയതല്ലേ ഉള്ളൂ. 50,000 രൂപ ശമ്പളമൊക്കെ ഉണ്ട്. 50,000 രൂപ സാലറി ഉണ്ട്? 50,000 രൂപ. കേറിയപ്പോ തന്നെ അത് നല്ല സാലറി ആണല്ലോ. അപ്പൊ താമസമൊക്കെ എവിടെ? താമസം അവര് കൊടുക്കും, ഭക്ഷണം പക്ഷേ ഉണ്ടായി കഴിക്കണം. ആ, ഭക്ഷണത്തിന് മാത്രം പൈസ എന്നാലും അതെന്ത് പോവാനാ? അവിടെയൊക്കെ പിന്നെ ഈ പറയുമ്പോഴല്ലേ ലില്ലു പറഞ്ഞ പോലെ ഒറ്റത്തടിയല്ലേ. അപ്പൊ അമ്മ പറയണ 10-25 വയസ്സായി, ഇപ്പൊ അവന് ശമ്പളവും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ ഇനി ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണല്ലേ നല്ലത്, വേറെ എന്തെങ്കിലും. 25 വയസ്സല്ലേ? 25 ആയുള്ളൂ, പക്ഷെ എന്നാലും അന്യ നാട്ടിലൊക്കെ അല്ലേ. അങ്ങനെ അപ്പം ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവനെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ അവൻ പറയണ, നിങ്ങൾ നോക്കിയൊന്നും വേണ്ട, അവന്റെ മനസ്സിൽ ഒരു പെണ്ണുണ്ടെന്ന്. അവനാള് കൊള്ളാല്ല, പെണ്ണിനെയൊക്കെ നോക്കി വെച്ചിരിക്കാ. ആരാണോ അത്? ലില്ലിക്കും അറിയാത്. ഞങ്ങൾക്ക് അറിയാന്ന് വെച്ചാ നമ്മുടെ ഇവിടെ ഉള്ള. ഓ, ആരാണ്? നമ്മ തങ്കത്തിന്റെ മോളെ മുത്ത്. മുത്ത? ലില്ലി പേടിക്കൊന്നും വേണ്ട, നമുക്ക് സ്വർണ്ണം ഒന്നും വേണ്ട. അവനിപ്പോ കയറി കിടക്കാടുണ്ട്, നല്ല ശമ്പളമുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള അവനല്ലേ. എന്തോ സുലു ചേച്ചി പറയുന്നത്? എന്ത് മുത്തിൻ ചേച്ചി? അവള് കൊച്ചല്ലേ, അവൾക്ക് 18 വയസ്സായതേ ഉള്ളു. അവള് നല്ലുന്റെ സൈഡിന്റെ കൂടെ പാവടിയിട്ട് സാറ്റും കളിച്ച് നടക്കുന്നതാണ്. നിങ്ങൾക്കല്ലേ അവള് കൊച്ചു, 18 വയസ്സായില്ലേ. പിന്നെ കല്യാണം ഇപ്പം വേണ്ട, ഒരു മോതിരം മാറ്റം നടത്തി വെച്ചാൽ മതി, പിന്നെ പതുക്കെ കല്യാണം നടത്തി. അത് നിങ്ങൾ തന്നെ എല്ലാം അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. ഞാൻ പറഞ്ഞു, അവളിപ്പോ +2ന്റെ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് എന്തോരം ആഗ്രഹങ്ങളുള്ള കൊച്ചാന്നറിയോ? ഡോക്ടർ ആവണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് ആ കൊച്ചു പഠിക്കണ്ടേ? പഠിച്ചോട്ടെ, അതിനിപ്പോ എന്താണ്. എനിക്കെന്തായാലും താല്പര്യമില്ല. ഞാൻ തങ്കത്തിനോട് പറയണതിന് മുമ്പ് ലില്ലിയോടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്റെ പൊന്ന് സുലു ചേച്ചി, സ്നേഹമുള്ളതുകൊണ്ട് പറയാ, എന്നോട് പറഞ്ഞിരിക്കട്ടെ, ചേച്ചിയോട് പറയാൻ നിൽക്കല്ലേ. ചേച്ചി എങ്ങനെയായിരിക്കും പ്രതികരിക്കണേന്ന് പറയാൻ പറ്റത്തില്ല. അവള് പഠിക്കട്ടെ ചേച്ചി. ഈ സുലു ചേച്ചി വിഷമിക്കല്ലേ. ലല്ലുവിനോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, അവള് പഠിക്കണ്ടേ, അവള് നല്ല നിലയിൽ എത്തണ്ടേ, അതാ ഞങ്ങളുടെ ആഗ്രഹം. ശരി കേട്ടോ, ലല്ലുവിന് നല്ല പെണ്ണെ കിട്ടുമല്ലോ. പോട്ടെ. എനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു, നേരെ തങ്കത്തിനോടൊന്ന് പറഞ്ഞാൽ മതി. ചേച്ചി, ഞാൻ പറമ്പിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ എന്നെക്കാത്ത ഒരാള് നിക്കുന്നു. ലില്ലി കല്യാണം കഴിഞ്ഞ 2 പിള്ളേരുള്ളാന്ന് ഓർത്തോളണം, കാത്തു നിക്കുന്നു. ആര് കാത്തു നിന്ന്? ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടല്ലേ? എന്തോന്നാണ് ഈ പറയുന്നത്? പിന്നെ ആര്? ഏതവൻ? ഏതവനല്ല, ഏതവള്. മാറാൻ നോക്കി വെക്കട്ടെ. ആര്? എന്താ? സുലു ചേച്ചി. സുലു ചേച്ചി? സുലു ചേച്ചി എന്നെ കാത്തു നിൽക്കിയ ഒരു കാര്യം പറയാൻ. സുലു ചേച്ചിക്ക് എന്ത് കാര്യം പറയാൻ? കാര്യം കേട്ടാ ചേച്ചി മൂക്കത്ത് വിരൽ വെക്കും. അവരുടെ മനസ്സിലേ വലിയൊരു പൂതി. എന്ത് പൂതി? മുത്തിന്റെ കല്യാണം. അവളെന്തേ? അവളകത്ത് എവിടെയുണ്ട്? പറ. മുത്തിന്റെ കല്യാണക്കാര്യം. മുത്തിന്റെയോ? ആ, മുത്തിന്റെ കല്യാണക്കാരി അവരാലോചിക്കണ എന്തിനാ? അവരിപ്പോ ആലോചിച്ച് തുടങ്ങി. ചെറുക്കൻ ആരാന്നറിയണ്ടേ? ആര്? നല്ലവനായ ലല്ലു. അയ്യോ, വന്നോ? ലല്ലു ചേട്ടൻ വന്നോ? ആരും ലല്ലുവിന്റെ കാര്യം പറഞ്ഞിവിടെ? മാമി ഇപ്പൊ പറഞ്ഞില്ല ലല്ലു ചേട്ടൻ മുമ്പേ നല്ലു ട്യൂഷന് പോയിട്ട് വന്നെന്നാ പറഞ്ഞത്. ഓ അങ്ങനെ ആവേശല്ല ലല്ലു ചേട്ടൻ. ലല്ലു ചേട്ടൻ വന്നിട്ട് എന്തിനാ നിനക്കിപ്പോ? അല്ല, അവിടെ നിന്ന് എനിക്കൊരു സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞു മുമ്പേ. നീ ഇതെന്ത് സാധനമൊക്കെ പറഞ്ഞു വിട്ട് അച്ഛനോട്? അല്ല, ഇങ്ങോട്ട്. അവിടെ എന്തോ ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് പറയണം. അങ്ങനെ നാട്ടില് പലരും ബോംബെയിലും മൈസൂരൊക്കെ പോകും. അന്നേരം അവിടെ നിന്നൊക്കെ സാധനം കിട്ടുന്ന ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. അല്ല ചെല്ല്. പിന്നെ അമ്മൂമ്മക്കേ കഞ്ഞി അവിടെ മാമി എടുത്തു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് മൊത്തം കുടിപ്പിച്ചിട്ട് വന്നാ മതി. അല്ലെങ്കിൽ കുടിക്കത്തില്ല, മൊത്തം അവിടെ വെക്കും പകുതി. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് വന്നാ മതി.
എന്നിട്ട് നല്ല പോയിട്ട് എന്തായിടി? പോയാ പോയി പോയി. ആ ചെറുക്കൻ ഇപ്പൊ ബോംബെയില് നല്ല ജോലിയാന്ന്. അപ്പൊ വീട്ടില് കല്യാണം ആലോചിച്ച് തുടങ്ങിയെന്ന്. അപ്പൊ ഇവൻ ഫോൺ ചെയ്ത് പറഞ്ഞ് നിങ്ങൾ വേറെ പെണ്ണിനെ ഒന്നും ആലോചിക്കണ്ട, എനിക്ക് മുത്തിനെ മതിയെന്ന്. ദൈവമേ, എന്റെ കൊച്ചു ചെറുതല്ലേടി, 18 വയസ്സാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, സുലിച്ചേച്ചി എന്ത് പറഞ്ഞു, ഇപ്പോഴും പാവാട ഇട്ട് നല്ലുവിന്റെയും സയ്യുന്റെയും കൂടെ സാറ്റും കളിച്ച് നടക്കണ കൊച്ചിനെ എന്ത് കാര്യം നിങ്ങൾക്ക് കല്യാണം ആലോചിക്കാനെന്ന് തോന്നി. അപ്പൊന്നെ തിരിച്ചു ചോദിക്കണേ, അത് നിങ്ങൾക്കല്ലേ കുഞ്ഞ്, ഞങ്ങൾക്ക് കുഞ്ഞല്ലല്ലോ എന്ന്. പിന്നെ വേറൊരു വർത്തമാനം, അയ്യോ ലില്ലി, ഞാനത് കേട്ടപ്പോ പകച്ചു പോയി. കൊച്ചിന് ആദ്യമായിട്ടൊരു കല്യാണ ആലോചന വന്നു ഇവന്റെ. അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയണേ, അയ്യോ ലില്ലി ഒന്നും കരുതി വെച്ചില്ലേലും കുഴപ്പമൊന്നും ഇല്ല. ശ്രീധനം ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം തന്നാ മതിയെന്ന്. ഞാൻ സുലിച്ചു വെച്ചെടുത്ത് ആര് പറഞ്ഞ് ഞങ്ങൾ കൊച്ചിനൊന്നും കരുതി വെച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ ആ കൊച്ചിന് കൊടുക്കാനുള്ള ആവശ്യത്തിന് കരുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ആലോചന വരുമ്പോ ഞങ്ങൾക്ക് അത് നടത്താം. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കണ കൊച്ചാണ്, അവക്ക് വല്ലതും അറിയാമോ ചേച്ചി? പാവം പിടിച്ച കൊച്ച്. ഞാൻ പറഞ്ഞ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ആലോചന വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കും. എന്താ നീ പറഞ്ഞത്? അവള് കുഞ്ഞല്ലേ ചേച്ചി, അവക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തറിയാം? അതല്ല, ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി. എന്താണ്? മുത്തിന്റെ ഒരു കൂട്ടുകാരി, ശ്രീനന്ദ ഇല്ലേ പെണ്ണ്, ആ പെങ്കൊച്ചിന്റെ പുറകെ ഒരു ചെറുക്കൻ എപ്പോഴും നടക്കാറുണ്ടായിരുന്നെന്ന്. അപ്പൊ ഈ കൊച്ചു പറഞ്ഞ് വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ, ചില്ലാത്ത പിള്ളേരാന്ന് വിചാരിക്കണേ, വീട്ടുകാർ സമ്മതിക്കുവാണെങ്കിൽ കല്യാണത്തിന് സമ്മതാണെന്ന് പറഞ്ഞത്. ഈ ചെറുക്കൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ ഇവിടെ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചത്. അവൻ എന്താണ്ട് പോസ്റ്റ് ഓഫീസിൽ എന്താ ജോലിയുള്ള ചെറുക്കനാ, ഗവൺമെന്റ് ജോലിയൊക്കെ ഉള്ളതാ. അപ്പൊ ഇങ്ങനെ ചെന്ന് ചോദിച്ചപ്പോ വീട്ടുകാർ നോക്കുമ്പോ എന്താ ഗവൺമെന്റ് ജോലിയൊക്കെ അല്ലേ അത്. അപ്പൊ അവര് പറഞ്ഞു, മക്കളെ അവളിപ്പോ വേറെ കെട്ടിക്കൊന്നുമില്ല, അവള് കുറച്ചും കൂടി വലുതാവട്ടെ, പഠിച്ചത് കഴിയട്ടെ, അതുവരെ നിങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കല്യാണമായിട്ട് നടത്തി കൊടുക്കാന്ന് പറഞ്ഞെന്ന്. അത് പറഞ്ഞു. ഇനി അതെങ്ങാനും കേട്ടോ? ഇതാ ഞാൻ ഇനി അയ്യോ ഇത് തന്നെയാണ് അവരും പറഞ്ഞത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അവള് പഠിച്ചോട്ടെ, ഇപ്പൊ അവൻ ബോംബെയിലും അല്ലേ, നമുക്കൊരു മോതിരം മാറ്റം നടത്തി വെക്കാന്ന്. ഇനി ഈ പെണ്ണെങ്ങാനും പറഞ്ഞു വിട്ടതായിരിക്കും. ഇനി ശ്രീനന്ദക്ക് ഇങ്ങനെ വന്നോണ്ട് ഞാനും കൂടെ അങ്ങനെ ആക്കി ആയാലോ നോക്കിയിട്ടാണ്. എനിക്കറിയില്ലേ, ഇന്നത്തെ കാലമല്ലേ ചേച്ചി, നമ്മളറിയണം. ഇവള് ഈ ഫോൺ, അവൻ അവിടെയാണെങ്കിലും ഫോണിൽ കൂടെ ഒക്കെ വിളിക്കുകയൊക്കെ ചെയ്യാലോ. അമ്മേ, ഇത് എപ്പോഴും വരുന്ന കിഴവനാ പിച്ചക്കാരൻ. 2 രൂപ വേണ്ട കയ്യില്? 2 രൂപ നല്ല ചീത്ത പറഞ്ഞാൽ വിടും എപ്പോഴും. അതെ, നിങ്ങളായിരുന്ന ചേച്ചി വേണ്ട. അമ്മേ, എന്താ മോനെ? ഇത് എന്റെ ചേട്ടനാ. എന്താ മോന്റെ പേര്? വിഷ്ണു. എന്താ ചെയ്യണ്? ഞാൻ എറണാകുളത്ത് പെൻഡാമേനായി വർക്ക് ചെയ്യുന്നു. എന്തേ വന്നത്? അമ്മ ഈ അകത്തോട്ടിരുന്ന് സംസാരിച്ചു. എന്താ മോന്? അകത്തോട്ടിരുന്ന് സംസാരിച്ചാല് പറഞ്ഞു. എന്തുറ്റി? പൈസ ഇല്ലായിരിക്കും. ചിട്ടി പൈസ ഇല്ലേ കയ്യില്? അതിന്റെ അല്ല, ചിട്ടി പൈസയിലാണെങ്കിൽ അടുത്ത മാസം തന്നാ മതി. അല്ല, വേറൊരു കാര്യം സംസാരിക്കാൻ. വേറൊരു കാര്യം? അതിന് ചിട്ടിയല്ല, അതിനേക്കാളും വേറൊരു കാര്യം പറ. ആണോ? അമ്മയുടെ അടുത്ത് പറയാനോ? അമ്മയുടെ അടുത്ത് പറയാനാ. വാ വാ, കേറി വാ. ചുമയുണ്ടല്ലോ, കേറി ഇരിക്ക്. അമ്മ ഇരിക്കാമേ. അമ്മ ഇരിക്കാം, മക്കളിരിക്കും. അമ്മ ഇരിക്കാമേ. ഇരിക്ക്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അതെ അമ്മേ, ഞാനൊരു വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ചേട്ടനെയും കൂട്ടിട്ട് വന്നതേ. അമ്മക്ക് എന്റെ അമ്മയെ അറിയാലോ? അമ്മ ചേച്ചനെ അറിയാം, നന്നായിട്ട് അറിയാം. അതെ, അച്ഛൻ മരിച്ചുപോയി, കുറച്ചു കാലമായി. അതും അറിയാം. ഇപ്പൊ നമ്മള് ഒരു 7 സെന്റ് സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു റൂമില് AC വെച്ചിട്ടുണ്ട്. ആ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. ചേട്ടൻ എറണാകുളത്ത് നല്ല നല്ല പണിയാ. അപ്പോ ഉടനെ തന്നെ ചേട്ടന്റെ കല്യാണം ഉണ്ടാവും. ഒരു 2 മാസത്തിന്റെ അകത്ത് തന്നെ ചേട്ടന്റെ കല്യാണം. അപ്പൊ നമുക്കൊരു കല്യാണം കൂടെ അമ്മയ്ക്കൊരു സഹായവും ആകും. അതിന്റെ കൂടെ തന്നെ ഉടനെ തന്നെ വേറൊരു കല്യാണം കൂടുന്ന കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോഴ് അമ്മ, നമുക്കിപ്പോ കടബാധ്യതകളൊന്നുമില്ല. ഇപ്പോ വീട് വെച്ച് തന്നെ ആണെങ്കിൽ ഞാനും എന്റെ ചേട്ടനും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് വീട് വെച്ചത്. അതെ അതെ. അമ്മയെ വലിയ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നമ്മൾ തന്നെ. ഇപ്പൊ എന്താ ചിട്ടി വിളിക്കാനാണോ?
അതല്ല അമ്മ, അമ്മ നമ്മളെ അതിനേക്കാൾ ഇച്ചിരി കൂടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാ ചേട്ടനെ കൂട്ടി വന്നത്. പറ. ഇതിപ്പോ നമ്മളെ ഒരു ജീവിതത്തിലോട്ട് കടക്കുമ്പോ വളരെ സൂക്ഷിച്ചിട്ടല്ലേ നമ്മളൊരു ജീവിതത്തിലോട്ട് കടക്കാൻ പറ്റത്തുള്ളൂ. അതെ അതെ. അപ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകും. പാളും. അതെ, പാളും. അപ്പോഴ് എനിക്കൊരു കുട്ടിയെ ഒരു 3 കൊല്ലം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നെഞ്ചിൻ്റെ അകത്ത് കയറ്റി വെച്ചിരിക്കുക. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഞാൻ +2 ഞാൻ ആദ്യം തോറ്റായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വാശിയോടെ ഞാൻ പഠിച്ച് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റണ അത്രയും എല്ലാ പുസ്തകങ്ങളും മാറ്റി മാറ്റി ഓരോ പേജ് ഞാൻ കാണാപ്പാടം പഠിച്ച് എല്ലാ വിഷയവും 3 വിഷയവും ഞാൻ കാണാപ്പാടം പഠിച്ചമ്മേ. എന്നിട്ട് കിട്ടിയോ? ഇല്ല. 2 കിട്ടി, 2 പൊട്ടി. ഇപ്പൊ എഴുതാലോ. ഇനി എനിക്ക് ആ കുട്ടിയുടെ അടുത്തുള്ള ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ വാശിയോടെ പഠിച്ചെഴുതും. ആ കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കണ്ണുണ്ട എനിക്കറിയാം, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്താ ഒരു കുറവ്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ, ഞങ്ങൾക്ക് അറിയുന്ന വെച്ചാണാ? അറിയാം, നിങ്ങൾക്കറിയാം. അല്ല, ഇപ്പൊ എന്താ വേണ്ടേ? അപ്പൊ ഇതിപ്പോ ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഓ, അതിനെന്താ, അമ്മയുടെ പ്രാർത്ഥന ഇപ്പോഴും ഉണ്ടാവും. അമ്മ, എനിക്ക് മുത്തിനെ ഇഷ്ടം, കെട്ടിച്ചേരും. മുത്തിനെ എനിക്ക് ഇഷ്ടമാണ്, കെട്ടിച്ചേരാമോ? എന്ത് ഒച്ചത്തി പറഞ്ഞേ? മുത്തിനെ എനിക്ക് ഇഷ്ടമാണ്, കെട്ടിച്ചേരാമോ? മോനെ, അവക്ക് 10-18 വയസ്സായിട്ടുള്ളൂ. ജൂലൈ 4, 2005. ഇപ്പൊ വേണ്ട, ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് മതി അമ്മേ. അമ്മ ഈ കൈ ഒന്നിന്റെ ഹൃദയത്തോട് വെച്ച് നോക്കിയേ, മൊത്തം അവളാ. അമ്മ കാണാൻ പറ്റുന്നില്ലേ അത്? ചെറുക്ക കൈവിട്ടെ. നീ എന്ത് ധൈര്യത്തിൽ ഇവിടെ പെണ്ണ് ചോദിച്ചോണ്ട് വന്നത്? ഞാൻ ആന്റി അല്ലേ, അമ്മേടെ അടുത്ത് ഞാൻ സംസാരിച്ചു. അമ്മേടെ അടുത്ത് ആന്റി ആണെങ്കിലും ഞാൻ അവളുടെ അമ്മേനെ പോലെ തന്നെയാ. അപ്പോഴീ അമ്മ എന്നെ അനുഗ്രഹിക്കണം. സമയം ആവട്ടെ, ഇപ്പൊ ചെല്ലാൻ നോക്ക്. ജീവനെ പോലെ ചെറുങ്ങനെ കിട്ടത്തില്ല നിങ്ങൾക്ക്. നല്ല ഇറങ്ങ, വെള്ളോടി ഇല്ല, സിഗരറ്റ് ഇല്ല, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അമ്മേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അമ്മേ. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായി, മറക്കാൻ പറ്റൂല അമ്മ. സത്യമായിട്ട് എനിക്ക് മറക്കാൻ പറ്റൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റും. തീരുമാനം ഉണ്ടാക്കണവരെ ഞാൻ ഇവിടെ നിൽക്കും. ലില്ലി ഇവിടെ ഉണ്ടായിരുന്നു. ലില്ലി പറഞ്ഞായിരുന്നു ലല്ലുവിന്റെ കാര്യം. ലല്ലുവിന്റെ എന്ത് കാര്യം? അതൊന്നുമില്ല മോനെ, മുത്തിന് കൊണ്ടേ ലല്ലുവിനൊന്ന് ആലോചിച്ചത്. അതെങ്ങനെ ശരിയാവും? എന്ത് അതെങ്ങനെ ശരിയാവും? അത് നടക്കൂല. പിന്നെ നീയാണോ പറയണ? അമ്മ പറഞ്ഞോടമ്മ. അത് അമ്മ പറ അമ്മ, എന്തമ്മ അമ്മിണി ചേച്ചിയുടെ മോൻ മുത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാ. ഇവനോ ജോലിയും കൂലി ഇല്ലാതെ വായി നോക്കിക്കൊണ്ട് നടക്കണ ഈ ലല്ലുവിൽ എന്ത് ജോലിയാണോ? അവന് ബോംബെ നല്ല ജോലി. എനിക്ക് എറണാകുളത്തെ ജോലി. എന്റെ മേനായി എന്റെ മേനകന്ന് കേട്ടിട്ടുണ്ടാ? വലിയ കമ്പനി, അവിടെ എനിക്ക് ജോലി. അവിടെ ചുമ്മാ വായി നോക്കിക്കൊണ്ട് നടക്കുമായിരിക്കും. അത് ലല്ലു അങ്ങ് ബോംബെയില്. അവൻ അവിടെ നല്ല ജോലി തന്നെയാണ്. അവന് നല്ല ജോലി ശമ്പളം ഉള്ളതുകൊണ്ടാണ് അവ ഇപ്പൊ ചോദിച്ചത്. അയ്യടാ, അവനവിടെ എന്തായിരുന്നാലും ശമ്പളം എനിക്കുണ്ട്. അവൻ എത്ര ശമ്പളം എത്ര? അവന് നല്ല ശമ്പളം. അവന് 10-50,000 പുറത്തുണ്ട് ശമ്പളം. നിനക്ക് ഇവിടെ 10 രൂപ എങ്ങനെ കിട്ടുമോ? അത്രയും കൂടുതൽ കാണും. പോക്കറ്റ് അടിക്കുന്നവർക്ക് അത്രയും കൂടുതൽ കാണും. പിന്നെ അവൻ അന്തസ്സായി നല്ല ജോലി ചെയ്യേ. ബഹളം. എന്താ വിഷയം? മുത്തേ, പറഞ്ഞു കൊടുക്ക്, ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്ക്, നമ്മൾ 3 വർഷം അതിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യം. പ്രണയോ? മോക്ക് ലല്ലുവിനല്ലേ ഇഷ്ടം? എനിക്ക് ലല്ലു ചേട്ടനൊന്നും ഇഷ്ടമല്ല. എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. എന്തെന്ന് അതിനാണ് ഇവിടെ അടി? രണ്ടുപേരുവേ നിനക്ക് കല്യാണാലോചനയായിട്ട് വന്നതാ. എനിക്കാ? നിനക്കിപ്പോ ഇവനെ കെട്ടണോ ലല്ലുവിനെ കെട്ടണോ? നിങ്ങൾക്കൊക്കെ എന്താണ്? എനിക്കിപ്പോ 18 വയസ്സായിട്ടുള്ളൂ. എനിക്കൊരു ഗോളുണ്ട്, ഡോക്ടർ ആവുക. അതായി ജോലി ചെയ്ത് കുറച്ച് എൻ്റെ അമ്മ അച്ഛനെയൊക്കെ ഒന്ന് വെൽ സെറ്റിൽ ആക്കിയിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലും ഉള്ളൂ കല്യാണത്തിനെ കുറിച്ച്. ഞാൻ അഥവാ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഞാൻ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ കെട്ടൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും മുത്തേ? ചേട്ടൻ എന്നെയും കാട്ടി നല്ല പെണ്ണിനെ കിട്ടും, ഉറപ്പാണ്. നല്ല ചേട്ടനും കിട്ടും. തീരണ്ടായില്ലോ, നമുക്ക് പോയാലാ? നീ ചെല്ല്. പോട്ടെ പോട്ടെ. പിന്നെ ആ പോയ വിഷയം ഇനിയെങ്കിലും എഴുതിയെടുക്കണം കേട്ടോ. അതും നോക്കണ്ട. ബാ, ശരി ചേട്ടാ. ലല്ലുവിനോടും വിളിച്ച് പറഞ്ഞേക്ക്. പോട്ടാ തങ്കം. ഓ ശരി. ഇതിപ്പോ ആകെ പ്രശ്നമല്ലേ? ഈ പെണ്ണിനെയും കൊണ്ട് വീട്ടിലിരിക്കാൻ പാടില്ലല്ലോ.
കല്യാണാലോചനയായിട്ട് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇങ്ങനെ വരാതിരിക്കും. ഞാൻ അത്ര സുന്ദരിയല്ല. അയ്യോ ഒരു സുന്ദരി കോത. എന്തേ അല്ലേ? എനിക്ക് വയ്യ. Audience.